ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് ദൈവവചനങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ മകനും മകൾക്കൊക്കെ നല്ല വിവാഹ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടുമാണ് കേട്ടോ ഈ വചനം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വചനം ആവർത്തിച്ച് ചൊല്ലുമ്പോൾ മാത്രമേ അത് അഭിഷേകമായി നമ്മളിൽ വന്ന് നിറയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കഴിയുന്നതും വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലുക. കൊന്ത പോലെ ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ചൊല്ലുക. ഞാനിവിടെ 4-5 വചനങ്ങളാണ് വിവാഹ തടസ്സം മാറാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതും എല്ലാ വചനങ്ങളും ഒരു ദിവസം തന്നെ ചെല്ലാം. അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ വചനങ്ങൾ വെച്ച് ചെല്ലാം. അത് റിപ്പീറ്റഡായിട്ട് വേണം കേട്ടോ ചെല്ലാനായിട്ട് ആ സെയിം വചനം. ഇല്ലെങ്കിൽ രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം എന്നുള്ള രീതിയിൽ ഓരോ വചനവും മാറി മാറി ചെല്ലുമ്പോഴൊക്കെ റിപ്പീറ്റ് ചെയ്ത് കൊന്ത പോലെയോ അല്ലെങ്കിൽ 33 പ്രാവശ്യമോ അങ്ങനെ ആവർത്തിച്ച് ചൊല്ലണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് 33 വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് നമുക്ക് ചെല്ലാം. ആദ്യത്തെ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. 2-ാം അധ്യായം 18-ാം തിരുവചനം. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. ഈ വചനം നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാകും. അടുത്തത് ജെറമിയ 29:6. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്കു ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. 3-ാമത്തെ വചനം സഭാപ്രസംഗകൻ 4-ാം അധ്യായം 9-10 തിരുവചനം. 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരനു താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവൻ്റെ കാര്യം കഷ്ടമാണ്. അപ്പോൾ ഈ വചനമെല്ലാം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും നല്ല കുടുംബജീവിതം നയിക്കുവാനും വേണ്ടിയിട്ട് പ്രത്യേകം ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അടുത്ത തിരുവചനം ഏശയ്യ 62:5. യുവാവ് കന്യകയെ എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടി എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. അടുത്ത വചനം 1 കൊളോസോസ് 13-14 തിരുവചനം. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്കു നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലുള്ള എല്ലാ പാപമോചനവും ശാപത്തിൽ നിന്നുള്ള വിടുതലും എല്ലാ വിമോചനവും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് വിവാഹ തടസ്സമായിട്ട് എന്താണോ നിൽക്കുന്നത് അതിൻ്റെ കെട്ടുകളൊക്കെ പൊട്ടിപ്പോകും, നമുക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. എല്ലാവർക്കും വചനം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ നിരാശപ്പെടാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നമുക്ക് ഉത്തരം ലഭിക്കും. അപ്പോൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തക്ക സമയത്ത് നമുക്ക് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ആരും നിരാശപ്പെടാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾക്ക് കമൻസായിട്ട് അറിയിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരോടൊക്കെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. അപ്പോൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നത്. നമുക്ക് കർത്താവിൻ്റെ കരുണക്കായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണ തോന്നണമേ, എൻ്റെ നിയോഗത്തിൻ്റെ മേൽ കരുണ തോന്നണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ഈ വിവാഹ തടസ്സം മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനം നമുക്ക് സ്വതന്ത്രത്തോടുകൂടി സ്തുതിക്കാം. അപ്പോൾ എല്ലാവരും ഇത് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നേടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.
ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.